ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മൾ കുറച്ചധികം അതായത് എക്സാമുമായി ബന്ധപ്പെട്ട് കുറച്ചധികം ടോപ്പിക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് വരികയാണ്. അതുമായി ബന്ധപ്പെട്ട MCQs ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിന്ന് പുതിയൊരു ഏരിയയിലേക്കാണ് കിടക്കുന്നത്. സാധാരണ നമ്മൾ ഡിസ്കസ് ചെയ്യാറുള്ളതൊക്കെ പ്രോഫിറ്റ് ഓർഗനൈസേഷനെ പറ്റിയാണ് അല്ലേ. പ്രോഫിറ്റുമായിട്ട് ബന്ധപ്പെട്ട ഓർഗനൈസേഷനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാറുള്ളത്. ഇന്ന് അതിൽ നിന്ന് വിഭിന്നമായിക്കൊണ്ട് പ്രോഫിറ്റ് അല്ലാതെ, അതായത് വെൽഫെയർ ഓഫ് ദ സൊസൈറ്റി എന്ന രീതിയിൽ അല്ലെങ്കിൽ എന്നൊരു മോട്ടോ ഉള്ള ചില കമ്പനീസും നമ്മുടെ നാട്ടിലുണ്ട്, അല്ലെങ്കിൽ ചില ബിസിനസ്സും നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അതൊക്കെ ഏതായിരിക്കാം? ആ ഓർഗനൈസേഷന് പറയുന്ന പേരെന്താണ്? ആ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടുള്ള അക്കൗണ്ട്സ് എങ്ങനെയാണ്? തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എന്ത് ചെയ്യാം, ഫസ്റ്റ് തൊട്ട് എൻഡ് വരെ കാണാം. ഓക്കെ, നോക്കാം. നമുക്ക് ഇവിടെ പറയാൻ പോകുന്നത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനെ പറ്റിയാണ്. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. 6 ക്വസ്റ്റ്യനാണുള്ളത്. 6 ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം എന്താണ് അവിടെ സൂചിപ്പിക്കുന്ന കാര്യം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് എ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ? എന്താണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്നാണ് ചോദിക്കുന്നത്. എന്തൊക്കെയായിരിക്കാം? ടു ഏൺ പ്രോഫിറ്റ് ഫോർ ഷെയർ ഹോൾഡേഴ്സ്, ടു പ്രൊവൈഡ് സർവീസ് അറ്റ് എ പ്രോഫിറ്റ്, to provide services either free or at nominal cost, then to maximize revenue from donation. ഏതായിരിക്കാൻ വരിക? ഈസി ആണല്ലോ. നമുക്ക് പറയാൻ പറ്റും ഇവിടെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഓക്കെ, നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനെ ബന്ധപ്പെട്ട് ഏതായിരിക്കാൻ വരിക? ഇവിടെ ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ, നോട്ട് ഫോർ പ്രോഫിറ്റ്. എന്തിനു വേണ്ടി? പ്രോഫിറ്റിന് വേണ്ടി അല്ല അല്ലേ, നോട്ട് ഫോർ പ്രോഫിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് മോട്ടീവ് എന്നുള്ളത് ഇവിടെ എന്തല്ല, ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നാമത്തതല്ല എന്ന് പറയും. കാരണം അവിടെ പ്രോഫിറ്റ് ഉണ്ട്, ടു ഏൺ പ്രോഫിറ്റ് അവിടെ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്കെന്താ, അതുമല്ല. ഇവിടെയും പ്രോഫിറ്റ് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്തല്ല, പ്രോഫിറ്റും അല്ല. ഇപ്പോൾ പ്രോഫിറ്റ് ഒന്ന് എവിടെ കണ്ടോ അല്ലെങ്കിൽ പ്രോഫിറ്റുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടോ നോക്കുമ്പോൾ അത് എന്തായിരിക്കില്ല, ഇവിടെ കറക്റ്റ് ആയിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏതായിരിക്കാൻ വരിക? ഇവിടെ സി ആണ് വരുന്നത്. എന്തുകൊണ്ട് സി വന്നു നോക്കൂ, അവിടെ സർവീസ് ആണ്, പ്രൊവൈഡ് സർവീസ്. അവിടെ എന്ത് കൊടുക്കുന്നില്ല, പ്രോഫിറ്റിന് വേണ്ടിയല്ല അവിടെ എന്ത് ചെയ്യുന്നത്, അവിടെ പ്രധാനമായിട്ടും ആ കമ്പനിയുടെ അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ റൺ ചെയ്യുന്നത് സർവീസിന് വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത് നോക്കാം നമുക്ക്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടിപ്പിക്കൽ സോഴ്സ് ഓഫ് ഇൻകം ഫോർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ? അതായത് നമുക്കറിയാം ഇവിടെ നമ്മളെ ഓർഗനൈസേഷൻ്റെ പേര് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്നാണ്. അപ്പോൾ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് വരുന്ന സമയത്ത് അതിന് ഇൻകം വേണ്ടേ? അതായത് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നടത്താൻ അല്ലേ. അപ്പോൾ അതിനൊരു കെട്ടിടം ഉണ്ടെങ്കിൽ കെട്ടിടത്തിന് ചിലപ്പോൾ എന്ത് കൊടുക്കേണ്ടി വരും, റെൻറ്റ് കൊടുക്കേണ്ടി വരും. ഇലക്ട്രിസിറ്റി ഉണ്ട്, അതിൻ്റെ എന്ത് കൊടുക്കേണ്ടി വരും, ചാർജ് കൊടുക്കേണ്ടി വരും അല്ലേ. ഇങ്ങനെ ഒരുപാട് കാര്യം അവിടെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ എന്ത് വേണം, പൈസ നിർബന്ധമായിട്ട് വേണം. സോ ഇവിടെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയതുകൊണ്ട്, പ്രോഫിറ്റ് ഏൺ ചെയ്യാത്തതായത് കൊണ്ട് എന്ത് ചെയ്യും, അതിനുള്ള ഇൻകം എവിടെ നിന്നാണ്, അതാണ് ചോദ്യം. സബ്സ്ക്രിപ്ഷൻ ഫ്രം മെമ്പേഴ്സ്, സെയിൽ ഓഫ് ഇക്വിറ്റി ഷെയർ, ഡൊണേഷൻ ആൻഡ് ലെഗസീസ്, ഗ്രാൻഡ് ഇൻ എയ്ഡ് ഫ്രം ഗവൺമെൻറ്. ഏതായിരിക്കാം വരിക? ഇവിടെ സാധാരണഗതിയിൽ ഏതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്, എന്താ, നോട്ട് എന്നാണ് അല്ലേ. എന്താണ്, അതായത് സോഴ്സ് താഴെ പറയുന്നത് അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ അത് ശ്രദ്ധിക്കണം, നമ്മൾ അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം സബ്സ്ക്രിപ്ഷൻ എന്ന രീതിയിൽ എന്ത് വരും, നമുക്ക് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ വരും അല്ലേ. പിന്നെ ഡൊണേഷൻ വരും, അതേപോലെ ഗ്രാൻഡ് വരും, ഇത് മൂന്നും വരും. പക്ഷേ ഇവിടെ ഇക്വിറ്റി ഷെയർ എന്ത് ചെയ്യുക, സെയിൽ ചെയ്യുക തുടങ്ങിയ കാര്യമൊന്നും എവിടെ വരില്ല, നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനും വരില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഏതാണ്, ബി ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ. ഈ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ദ എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ ഈസ്. ഇവിടെ സാധാരണഗതിയിൽ അക്കൗണ്ട്സുമായിട്ട് ബന്ധപ്പെട്ടാണ് അവിടെ വരുന്നത്. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പ്രിപ്പയർ ചെയ്യുന്ന എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ എന്താണെന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നു, മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആകുമ്പോൾ അവിടെ ഏതായിരിക്കാം വരിക നോക്കൂ. ട്രാൻസ്ഫർ ടു ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് മെമ്പേഴ്സ്, ക്രെഡിറ്റഡ് ടു ക്യാപിറ്റൽ ഓർ ജനറൽ ഫണ്ട്, യൂസ് ടു പേ ഡിവിഡൻഡ്. ഇതിൽ നമുക്ക് വായിച്ച് നോക്കിയാൽ തന്നെ അറിയാം എന്തല്ല, എ അല്ല, അതേപോലെ തന്നെ ഡി യു അല്ല. കാരണം എന്താ, ഡിവിഡൻഡ് ഇവിടെ ഇല്ല, പ്രോഫിറ്റ് ആൻഡ് ലോസും ഇവിടെ ഇല്ല അല്ലേ. പിന്നീടോ ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് മെമ്പേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്ട്രിബ്യൂഷൻ, അതും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ആൻസർ ഏതാണ് വരിക, സി ആണ് വരിക അല്ലേ. ഇവിടെ ഏതാണ്, സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പാർട്ട് ഓഫ് ദി ഫൈനൽ അക്കൗണ്ട് ഓഫ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ? ഇവിടെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഫൈനൽ അക്കൗണ്ട് ഏതാണ്?
നമ്മൾ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ട്രേഡിംഗ് അക്കൗണ്ട് ആൻഡ് P&L ആൻഡ് ബാലൻസ് ഷീറ്റ്. ഇതാണ് എന്ത് വരുന്നത്, പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ വരുന്നത് അല്ലേ. നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നോട്ട് ഫോർ ആകുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് ആവശ്യമില്ല, ഇവിടെ P&L ആവശ്യമില്ല, ട്രേഡിംഗ് അക്കൗണ്ട് ആവശ്യമില്ല, ബാലൻസ് ഷീറ്റ് അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് കിട്ടിയ അവിടെ എന്താണ്, ബാലൻസ് ഷീറ്റ് അവിടെ ഉണ്ട്. ഇനി ബാലൻസ് ഷീറ്റിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യണ്ടേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഏതായിരിക്കാം നോക്കാം. ഇവിടെ മാനുഫാക്ചറിങ് അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, കോസ്റ്റ് ഷീറ്റ്. ഇവിടെ നമുക്കറിയാം ഇവിടെ എന്തല്ല, A അല്ല, അതേപോലെ B അല്ല, D അല്ല. അപ്പോൾ ഏതാണ്, C ആണ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ. ഇവിടെ C ആണ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ, C ആണ് ആൻസർ ആയിട്ട് വരാം. എന്തൊക്കെയായിരിക്കാം അവിടെ വരുന്നത് ഫൈനൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ, ആദ്യത്തത് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, അടുത്തത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, അവസാനം ബാലൻസ് ഷീറ്റ്. ഇവിടെ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് പകരം ഇവിടെ റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്നീ 2 അക്കൗണ്ടാണ് വരുന്നത്. ബാലൻസ് ഷീറ്റ് സാധാരണ പോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതാണ് ഇവിടെ ഏതാണ് ആൻസർ വരിക, C ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നോക്കാം അടുത്തത്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് പ്രിപ്പയറിംഗ് എ ട്രയൽ ബാലൻസ് ഇൻ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ? നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യണം അല്ലേ. നമ്മൾ സാധാരണ ഏത് അക്കൗണ്ട് ആയാലും എന്ത് പ്രിപ്പയർ ചെയ്യും, നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലെഡ്ജറിലെ അക്കൗണ്ടുകളൊക്കെ ലെഡ്ജറിൽ വന്ന ബാലൻസ് കറക്റ്റ് ആണോ, അത് എവിടെയും വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഏതായിരിക്കാം വരിക നോക്കൂ, കമ്പ്യൂട്ട് നെറ്റ് പ്രോഫിറ്റ്, ഡിക്ലെയർ ഡിവിഡൻഡ്സ്, ടു ചെക്ക് ദി ആക്യുറസി ഓഫ് ലെഡ്ജർ അക്കൗണ്ട്, ടു റേസ് ഫണ്ട്. ഇവിടെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആകുമ്പോൾ നമുക്ക് വായിച്ചറിയാം A അല്ല വരിക, B അല്ല വരിക, D അല്ല വരിക. ഏതാണ് ആൻസർ വരിക, C ആണ് ആൻസർ വരിക. കാരണം ബാക്കിയൊക്കെ എന്തുമായി ബന്ധപ്പെട്ടാണ്, ബാക്കിയൊക്കെ പ്രോഫിറ്റുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് തന്നെ ഏതാണ് ആൻസർ വരിക, C ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, നോക്കാം അടുത്തത്. ഹു ആർ ദ പ്രൈമറി യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ? നമുക്ക് പറയാൻ പറ്റും അവിടെ സാധാരണ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിൽ ആരാണ്, ഒരുപാട് യൂസേഴ്സ് ഉണ്ട് അല്ലേ. ഗവൺമെൻറ് അടക്കം ഉള്ള ഒരുപാട് യൂസേഴ്സ് ആണ് എന്തിനുള്ളത്, ആ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ വേണ്ടിയുള്ളത് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിൽ അല്ലേ. ഇവിടെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആവുന്ന സമയത്ത് ആരൊക്കെയാണ് അതിൻ്റെ പ്രൈമറി യൂസേഴ്സ്? കസ്റ്റമേഴ്സ് ആൻഡ് ഓണേഴ്സ്, ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്, മെമ്പേഴ്സ്, ഡോണേഴ്സ് ആൻഡ് രജിസ്ട്രാർ ഓഫ് സൊസൈറ്റീസ്, സപ്ലയേഴ്സ് ആൻഡ് എംപ്ലോയീസ്. നമുക്കിത് വായിച്ചാൽ തന്നെ അറിയാം അല്ലേ. ഈ ക്വസ്റ്റ്യൻ കണ്ട് വായിച്ചാൽ തന്നെ അറിയാം നമുക്ക് എന്തല്ല, ഇവിടെ A അല്ല ആൻസർ വരിക നമുക്കറിയാം അല്ലേ. അതേപോലെ B അല്ല എന്ന് പറയാം, D അല്ല എന്ന് പറയാം. ഏതാണ് ആൻസർ വരിക, C ആണ് ആൻസർ വരിക അല്ലേ. മെമ്പേഴ്സ്, അതേപോലെ ഡോണേഴ്സ്, രജിസ്ട്രാർ ഓഫ് സൊസൈറ്റി, ഇവരൊക്കെയാണ് എന്ത്, അതായത് NPOന്റെ അതായത് എന്താ വരുന്നത്, പ്രധാനപ്പെട്ട അക്കൗണ്ടിങ് ഇൻഫർമേഷൻ വേണ്ടുന്ന ആൾക്കാർ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് സംസാരിക്കാനുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ. അപ്പോൾ നമുക്കറിയാം CSEBയുടെ എക്സാമുമായി ബന്ധപ്പെട്ട് ഇവിടെ എന്ത് വരുന്നുണ്ട്, നമുക്ക് ഒരുപാട് നോട്ടിഫിക്കേഷൻ മറ്റു കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലേ. അതായത് കഴിഞ്ഞ ദിവസത്തെ ഒരു സെക്രട്ടറീൻ്റെ സിലബസ് വന്നു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത സിലബസ് ഉടൻ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ വരുന്നുള്ള അവസ്ഥയിൽ തന്നെയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിലെ മാറ്റങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ അതിനു വേണ്ടി, അതായത് പുതിയൊരു രീതിയിൽ നിങ്ങളെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മളൊരു 60 ഡേയുടെ പുതിയൊരു ക്രാഷ് ബാച്ച് ആരംഭിക്കുകയാണ്. 60 ഡേ, നമുക്കറിയാം എക്സാം August 3 ആണ്. അതുകൊണ്ട് തന്നെ ഒരു 60 ഡേൻ്റെ ഒരു ക്രാഷ് കോഴ്സ് ആണ് നമ്മൾ ആരംഭിക്കുന്നത്. ഇതിലൂടെ നിങ്ങൾക്ക് ഒരുപാട്, അതായത് റെക്കോർഡ് ബേസ്ഡ് ക്ലാസ്സുകൾ, അതുപോലെ ലൈവ് സെഷൻ, PDF മെറ്റീരിയൽ, അതുപോലെ മെൻറ്ററോട് സംസാരിക്കാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സോട് കൂടിയാണ് ഈ ഒരു പുതിയ ബാച്ച് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും ബാച്ചിൽ ജോയിൻ ചെയ്യാനും ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അല്ലേ. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങൾക്ക് ഈ CSEBയുടെ എക്സാമുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങളുണ്ടാവും അല്ലേ. ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ സംശയങ്ങളൊക്കെ 1 to 1 ആയിട്ട് ആരെങ്കിലും നമുക്ക് തീർത്തു തരാൻ പറ്റുമെങ്കിൽ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയൊരു ഫീച്ചറാണ് മെൻറ്ററോട് സംസാരിക്കാമെന്ന രീതിയിൽ. അതായത് CSEBയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും, എക്സാം ബേസ്ഡ് ആണെങ്കിലും, അതുപോലെ പഠിക്കാനുള്ള സബ്ജക്റ്റ് ബേസ്ഡ് ആണെങ്കിലും, എങ്ങനെ പഠിക്കണം എന്നാണെങ്കിലും, ടൈം ടേബിൾ നോക്കാനാണെങ്കിലും, അങ്ങനെ CSEB എക്സാമുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മെൻറ്ററോട് എന്ത് ചെയ്യാം, ഡയറക്റ്റ് വിളിച്ച് നിങ്ങൾക്ക് അതിലെ ഡൗട്ട് തീർക്കാവുന്നതാണ്. അതാണ് ഞങ്ങളുടെ പുതിയ പ്രോഗ്രാം വരുന്നത്. എന്താണ്, മെൻറ്ററോട് സംസാരിക്കാം. എങ്ങനെ, അതായത് 1 to 1 മെൻറ്റർഷിപ്പ് പ്രോഗ്രാമാണ് അവിടെ നടത്തി വരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു ലിങ്ക്, അതായത് രജിസ്റ്റർ ചെയ്യണം. ആ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് താഴെ കൊടുത്തിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു ലിങ്കിൽ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ടുകൾ എന്ത് ചെയ്യാം, ചോദിച്ചു തീർക്കാവുന്നതാണ്. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും പറയാനുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക, എക്സാമിന് വേണ്ടി നല്ല രീതിയിൽ പഠിച്ച് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ട് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.